ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ എന്തിയാതി മെസ്സേജാന്നറിയാവോ? ഞാൻ യൂട്യൂബിലൊരു പാചക വീഡിയോ നോക്കൂ എന്റെ ചേട്ടായി, അത് കഴിഞ്ഞിട്ട് സംസാരിക്കാം. അപ്പൊ നാളത്തെ കാര്യം പോക്കായി. ആശയുടെ പരീക്ഷണമല്ലേ നാളെ? ഞാൻ ഇതുവരെ പരീക്ഷിച്ചിട്ട് എന്തുവരെ എന്തെങ്കിലും കുഴപ്പം പറ്റിയോ? മോളെ എന്താ ചേച്ചി ഇൻസ്റ്റയിൽ എന്റെ റീലിന് എത്ര ലൈക്ക് ആയി നോക്കട്ടെ. എന്റെ ചേച്ചി ഞാൻ ഈ കാർട്ടൂൺ ഒന്ന് കാണട്ടെ. എന്താ മോനെ? സൂ ഒന്ന് കാണിച്ചു തരോ? എനിക്കറിയത്തില്ല മോനെ, എന്താ ഈ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ സൂവ്? ഗോൾ അടിച്ച സൂന്ന് പറയും. അതെങ്ങനെയാ? കാണിച്ചു തരാം. ഇതൊക്കെ എവിടുന്നാ മോനിത് പഠിച്ചേ? എനിക്ക് അറിയാൻ തന്നെ. ആണോ? കൊള്ളാലോ. ഒറ്റ കുഞ്ഞില്ലാതെ എല്ലാം ഫോണിനകത്ത് കയറിയിരിക്കുകയാണല്ലോ. എന്നാൽ കുറച്ച് സമയം കിട്ടുമ്പോൾ ആ ബൈബിൾ ഒന്ന് വായിച്ചാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അപ്പനും കണക്കാ മക്കളും കണക്കാ. റോസ് മോളെ എന്താ ഇത്? ആൻറ്റി ഇത്രയും നേരം ഞാൻ പഠിക്കായിരുന്നു, ഇപ്പഴാണ് ഞാൻ ഈ ഫോൺ എടുത്തത്. ഇവരെല്ലാവരും കൂടെ ഫോൺ എടുത്തപ്പോൾ എനിക്കും ഫോൺ കാണാമെന്ന് തോന്നി, അതുകൊണ്ടാണ് ഞാൻ കാണുന്നേ. ഇന്നാരും ബൈബിള് വായിച്ചിട്ടില്ല, എല്ലാരും ഫോണിനകത്താ പരിപാടി. ഫോൺ നോക്കാൻ സമയം കിട്ടി, എന്നിട്ട് ബൈബിൾ വായിക്കാൻ സമയം കിട്ടാത്ത. ഫോണിൻ്റെ ചാർജ് അങ്ങ് തീർന്നു കഴിഞ്ഞാൽ എവിടെ നിന്നില്ല ചാർജർ നോക്കി വേഗം അത് കുത്താൻ സമയം കണ്ടെത്തും. എന്നാൽ വിശ്വാസം കുറയുന്നതനുസരിച്ച് ദൈവവചനം വായിക്കാനോ ഒട്ടും സമയം കണ്ടെത്തുന്നില്ല. ഇങ്ങനെ ആയാൽ മതിയോ? ആന്റി പറഞ്ഞ സ്ഥിതിക്ക് നമുക്കെല്ലാവർക്കും പ്രാർത്ഥിച്ചാലോ? ഓക്കേ, ബൈബിൾ എടുത്തോണ്ട് വരാം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം. യേശു പറഞ്ഞു, വഴിയും സത്യവും ജീവനും ഞാനാണ്. നമ്മുടെ കർത്താവായ മിശിഹായിക്ക് സ്തുതി. പ്രിയമുള്ളവരെ, സോഷ്യൽ മീഡിയ നമുക്ക് ഉപയോഗിക്കാം, എന്നാൽ ദൈവവചനത്തിന് നമ്മുടെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം നൽകുകയും ചെയ്യാം.